നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു 2.2 ആംപ്ലിഫയറാണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് റീവർക്ക് വന്ന റൈറ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഡിജിറ്റൽ ഓഡിയോസിൻ്റെ ആംപ്ലിഫയറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കിത് മുന്നേ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മൾ ആ ആംപ്ലിഫയറിന് ഫുള്ളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംപ്ലിഫയർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ആദ്യം തന്നെ ഒരു അക്രിലിക് പാനലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് വിത്ത് ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് ഈ അക്രിലിക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. അപ്പോൾ ഇത് ഈ അക്രിലിക് ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, നമ്മൾ ചെയ്തതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്നാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 സബ്ബും നമ്മുടെ 2 ചാനലും ട്യൂൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ മാസ്റ്റർ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോയുടെ വോളിയാണ് ഈ വരുന്നത്. പിന്നെ അതിൻ്റെ ബേസ് ട്രിബിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ സബിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സബിൻ്റെ കൺട്രോളാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് US മോഡ്യൂളിൽ നിന്നുള്ള മൈക്ക് ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു സെലക്ട് സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഓക്സ് USB ഇൻപുട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലായിട്ടാണ് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. പിന്നെ മെനു എന്ന് പറയുന്ന ബട്ടണിലാണ് നമ്മൾ അടുത്ത സബ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സബ് ഓഫറും പിന്നെ ഇതൊരു സബ് ഓഫറിൻ്റെ വോളിയം കൺട്രോളാണ്. അങ്ങനെ 2 സബിൻ്റെ വോളിയം കൺട്രോളായിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെയാണ് നമ്മൾ G-Starൻ്റെ US മോഡ്യൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന US മോഡ്യൂൾ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അനൗൺസ്മെൻ്റ് ഇല്ലാത്ത ഒരു US മോഡ്യൂളാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ടൊരു ഡോൾബി ഡിജിറ്റലിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്ന ഒരു സെക്ഷനുണ്ട്. നമുക്ക് ആംപ്ലിഫയർ ഓൺ ആകുമ്പോൾ കാണാം. ഇതൊക്കെ ഇതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ കമ്പോണൻറ്റ് ഡീറ്റെയിൽസ് നോക്കാം. എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള ബോർഡുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഈ സെക്ഷനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആംപ്ലിഫയർ പെട്ടെന്ന് മനസ്സിലാവുക ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 2 ട്രാൻസ്ഫോമർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ നമുക്ക് തന്നതിൽ നമ്മൾ ഈ ഒരു പവർ ആമ്പും പിന്നെ ഈ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളെടുത്തത്. പിന്നെ പവർ സപ്ലൈ വരെ നമ്മൾ ഇതിൽ നിന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ പുതിയൊരു പവർ സപ്ലൈ ബോർഡാണ് ഇതിലിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നത്തെ പവർ സപ്ലൈ ബോർഡ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോമർ തൊട്ട് തുടങ്ങാം. നമുക്കിതിൽ 27 നമ്മളിതിൽ മെയിൻ സപ്ലൈ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിൽറ്ററിങ്ങിലായിട്ട് നമ്മളൊരു 3510 പിന്നെ 4750 4 കപ്പാസിറ്ററാണ് നമ്മളിവിടെ ഫിൽറ്ററിങ് സ്റ്റേജായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയിലാണ് നമ്മുടെ സബ് ഓഫർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സബ് ഓഫർ നമ്മളിവിടെ കസ്റ്റമർ തന്നൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിതിനെ ചെറിയ രീതിയിൽ ഓൾട്രേഷനൊക്കെ ചെയ്ത് നമ്മളിതിനെ നമ്മുടെ രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്തൊരു ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് കുറയ്ക്കുന്ന രീതിയിലാണ് നമ്മളിതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹീറ്റ് കുറവായിരിക്കും, നോർമൽ വരുന്നതിനേക്കാളും ഒരു 10% 20% ഹീറ്റ് കുറവായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു ഔട്ട്പുട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുമുണ്ട്. പിന്നെ ഇത് 4 മോസ്ഫെറ്റ് വരുന്ന ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ 12 ഇഞ്ച് സബ് ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു 2 ട്രാൻസ്ഫറുള്ള ഒരു പവർ ആമ്പ് ഉണ്ട്. അത് വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സബിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഒരു 12 ഇഞ്ച് സബ്ബും അതേപോലെ തന്നെ ഒരു 10 ഇഞ്ച് സബ്ബാണ് ഉള്ളത്. അപ്പോൾ 10 ഇഞ്ച് സബ്ബിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ട്രാൻസ്ലേറ്ററുള്ള ബോർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 12 ഇഞ്ച് സബ്ബിലേക്ക് 4 മോസ്ഫെറ്റുള്ള ബോർഡാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ട്രാൻസ്ഫർ വരുന്ന ബോർഡ് നമ്മുടെ തന്നെ ബോർഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കൊരു 100 വാട്ട്സൊക്കെ നല്ല രീതിയിൽ എടുക്കുന്ന രീതിയിലുള്ള ഒരു പവർ ആംപ്ലിഫയറാണ്. അപ്പോൾ നമ്മുടെ തന്നെ സർക്യൂട്ടിലുള്ളൊരു ബോർഡാണ് ഈ ഒരു ഐറ്റം. ഇതിൽ നമ്മൾ അടുത്ത ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളൊരു 25 വോൾട്ടാണ്. 25 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ 4750 2 ഫിൽറ്റർ സ്റ്റേജാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു 6 ആംസിൻ്റെ 4 ഡയോഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ശക്തിയുടെ സർക്യൂട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശക്തിയുടെ സർക്യൂട്ട് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോയുടെ ക്ലാരിറ്റി നമുക്ക് കേൾക്കുമ്പോൾ നല്ല പോലെ മനസ്സിലാവും എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശക്തിയുടെ സർക്യൂട്ട് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളിതിനെ പ്രോപ്പർ അലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ നമ്മുടെ 2 സബിനും 2 ചാനലിനും നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്.
അപ്പോൾ നമ്മളത് 2 സബിനും 2 ചാനലിലും കണക്കാക്കിയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ പ്രീ സ്റ്റേജാണ് ഈ വരുന്നത്. ഇതിൽ നമ്മുടെ ബേസ് ട്രിബിൾ ബോർഡ്, അതുപോലെ തന്നെ സബ് ഫിൽറ്റർ, സബ് ഫ്ലാറ്റ് ഫിൽറ്റർ, അതുപോലെ സബ്സോണിക്കൊക്കെ വരുന്ന നമ്മുടെ തന്നെ ബോർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നെയിമോടെ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്വന്തം സർക്യൂട്ടാണ്, നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു മുതൽ. പിന്നെ ഇതിൽ നമ്മൾ 2 ടെമ്പറേച്ചർ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാന് ഹീറ്റ് ആവുന്നതനുസരിച്ചിട്ടാണ് ഫാൻ റൺ ചെയ്യുക. അപ്പോൾ നമ്മളത് ഡോട്ട് ബോർഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു ബോർഡിൻ്റെ സർക്യൂട്ട് നോക്കിയിട്ട് ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ. അത് നമ്മുടെ സ്വന്തം സർക്യൂട്ടല്ല, നമ്മളതൊരു ബോർഡിൻ്റെ സർക്യൂട്ട് നോക്കി ചെയ്തതാണ്. ഇതിൽ നമ്മൾ റെസിസ്റ്റർ വേരി ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ സെൻസർ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ സെയിമാണ്. പിന്നെ നമ്മളിവിടെ കൺട്രോളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എൽക്കോണിൻ്റെ കൺട്രോളുകളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എയ്പ്പിൻ്റെ കൺട്രോളുകളാണ് ബാക്കിയുള്ളതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രീ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഔട്ട്പുട്ടാണ്. അതുപോലെ ബേസിൻ്റെ ടോണായാലും ട്രിബിളിൻ്റെ ടോണായാലും നല്ല വൃത്തിയുള്ളൊരു ഔട്ട്പുട്ടാണ്. നമുക്കൊരു കമ്പനി സെറ്റിൽ കേൾക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതിനെ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബോർഡിലും നമ്മൾ ഇൻപുട്ട് സ്റ്റേജൊക്കെ മാറ്റി നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സബിൻ്റെ സെക്ഷൻ നമ്മുടെ ഒരു ഇതെല്ലാ കൂട്ടുകാർക്കും ഓഡിയോ കേട്ടിട്ട് തന്നെ ഇതെല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നല്ല സ്മൂത്ത് ഒറിജിനൽ ബാസാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. കേൾക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാസാണ് നമ്മളിതിൽ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മളിവിടെ ഒരു ഫ്രീക്വൻസി കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രീക്വൻസി നമുക്ക് 2 സബിനും ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഫ്രീക്വൻസി കൺട്രോളിലൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കസ്റ്റമർ തന്നെയാണ് പറഞ്ഞത് പുറകിലേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ പുറകിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്കൊരു ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ടാണെന്നുള്ളത് കൂട്ടുകാർ കേട്ടിട്ട് പറയുക എങ്ങനെയുണ്ട് വർക്കിങ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓഡിയോ കേട്ടിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സബ് ഓഫറൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ ചാനൽ മാത്രമാണ് ഇപ്പോൾ കൊടുത്ത് നമ്മുടെ കൂട്ടുകാരെന്ന് കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ വോളി ഇട്ടിട്ടുണ്ട്, പിന്നെ ബേസും ട്രബിളും വെച്ചിട്ടുണ്ട്. ഇതേ സബ് 2ഉം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചാനലിൻ്റെ ഓഡിയോ ഒന്ന് കേൾക്കാം.